ഹലോ ഫ്രണ്ട്സ്, ജീവിത വിജയം ഉണ്ടാവുന്നതിനായി നമുക്ക് പിന്തുടരാൻ കഴിയുന്ന കുറച്ച് ശീലങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പല പ്രതിസന്ധികളും നിറഞ്ഞതാണ് ജീവിതം. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ വളരെ പോസിറ്റീവായിരിക്കേണ്ടതുണ്ട്. അതിനാദ്യമായി വേണ്ടത് കാലത്തിൻ്റെ വില തിരിച്ചറിയുക എന്നതാണ്. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവാം. അതിനെ ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവായി മുന്നോട്ട് വരിക. നിങ്ങൾക്കുണ്ടായ ആ പരാജയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ പരാജയങ്ങൾക്കെതിരെ ജീവിക്കുക. പരാജയങ്ങളെ പൂർണ്ണമായും പിന്തള്ളി പൂർവാധികം ശക്തിയോടെ പോസിറ്റീവ് വൈബോടെ നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും പഴയതിനെ ആലോചിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും അത് ലഭിക്കുന്നില്ല. മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഒരു തമാശയായിരിക്കും. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ പരാജയങ്ങൾ മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞ് നിങ്ങൾ സ്വയം ഒരു കോമാളിയാവാതിരിക്കുക. നഷ്ടപ്പെട്ട കാലത്തെ ഓർത്ത് സങ്കടപ്പെടാതെ ഇനി വരാനുള്ള കാലത്തിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. ഉറപ്പായും വിജയമുണ്ടാവും. അടുത്തതായി ജീവിത വിജയത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടായി വയ്ക്കാവുന്ന ഒരു കാര്യമാണ് നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് കേട്ടോ. അറിവും സംസ്കാരവും വർദ്ധിപ്പിക്കുന്ന വഴിയാണ് വായന. വായന വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഫോണിൻ്റെയൊക്കെ ഉപയോഗം കൂടിയതുകൊണ്ട് തന്നെ വായനയൊക്കെ കുറയുന്ന ഒരു കാലമാണ്. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു അരമണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതിനെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് സൂക്ഷിക്കുക കേട്ടോ. ആ പുസ്തകങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല ഒരു ശീലമാണ്. പുസ്തകങ്ങളോടും വായനയോടും ഒരു പ്രണയമുണ്ടാകണം. അത് വളരെ നല്ല ഒരു മൂല്യമാണ്. നമ്മുടെ സംസ്കാരം വർദ്ധിപ്പിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് പുസ്തകങ്ങൾ. നല്ല പുസ്തകങ്ങൾ, അതുപോലെ വായന. നമ്മുടെ മക്കളെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ പുസ്തകങ്ങൾ വായിപ്പിച്ച് പഠിപ്പിക്കുക. വായനാശീലം വളർത്തി കൊണ്ടുവരിക അവരിൽ. അതുപോലെ തന്നെ ആ പുസ്തകത്തെ സൂക്ഷിച്ചു വെക്കാനും പഠിപ്പിക്കുക. എൻ്റെ മോള് പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഇത്ര മടിയാണ്. എങ്കിൽ പോലും നമ്മളത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. കുട്ടിയായിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. വളർന്നു വരുന്നതിനനുസരിച്ച് അവരിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു ഷെൽഫ്, നമ്മുടെ വീട്ടിൽ പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു ഷെൽഫ് വെക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പുസ്തകങ്ങളെയൊക്കെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായിട്ടും നല്ല ഒരു സംസ്കാരം അവരിൽ അത് ഉണ്ടാക്കിയെടുക്കും, പുസ്തകങ്ങളുടെ വായനയും സൂക്ഷിച്ചു വെക്കുന്നതും. ഇനി മൂന്നാമതായി നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം: മാതാപിതാക്കളെ ആദരിക്കുക. അവരുടെ അനുഗ്രഹം ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാതാപിതാക്കളെ അവഗണിക്കാതിരിക്കുക. അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അവരുടേതൊരു സ്ഥാനമുണ്ട് ജീവിതത്തിൽ. മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൈവത്തിന് സ്ഥാനമുള്ളൂ. ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ മാതാവിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ അമ്മ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചു, നിങ്ങളെ വീഴാതെ നിൽക്കാൻ പഠിപ്പിച്ചു, നടക്കാൻ പഠിപ്പിച്ചു. അവരുടെ അവസാന കാലങ്ങളിൽ നിങ്ങൾക്ക് അവർ ചെയ്തതെല്ലാം ഒരു കോമാളിത്തരമായി തോന്നരുത്. അവരെ അവഹേളിക്കരുത്. കാലം തെളിയിച്ചിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും മോശമായി പെരുമാറിയവൻ ഒരു കാലത്തും സമാധാനം എന്ന് പറയുന്ന സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഏത് വഴിയാണെങ്കിലും മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും മോശമായി പെരുമാറിയവൻ ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. അവൻ ഏതൊക്കെ സാഹചര്യത്തിൽ ജീവിച്ചാലും സമാധാനം ഉണ്ടാവില്ല. അടിവരയിട്ട് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.